Okay. Bro, നമ്മളത് പറഞ്ഞ പോലെ തന്നെ റിയാക്ട് നേറ്റീവിന്റെ ഞാൻ ഒരാളെങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത് കുറെ ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ്. അപ്പൊ ഞാന് ഏകദേശം എത്ര വർഷം ഇപ്പൊ റിയാക്ട് നേറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്? 2 ഇയേഴ്സിന്റെ അടുത്താവും. 3 ഇയേഴ്സിന്റെ അടുത്ത്. അതിന്റെ ഇടയ്ക്ക് വേറെ ഏതൊക്കെ ഡൊമൈനിൽ പോയി വർക്ക് ചെയ്യും? ഡൊമൈൻ ഞാൻ PHP ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് നേറ്റീവില് ചെയ്തിട്ടുണ്ട്, Vue.js ചെയ്തിട്ടുണ്ട്. വിജേഷിൽ എന്തോ PW എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അതെ പറഞ്ഞിട്ടുണ്ട്. അതെ, പ്രോഗ്രസീവ് വെബ് ആപ്സ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. എന്താ അതെ, PW സാധാരണ ആപ്പ് തമ്മിലുള്ള വ്യത്യാസം? PW എന്ന് പറയുമ്പോൾ നേറ്റീവ് ഫീച്ചർ ആക്സസ് ചെയ്യാൻ പറ്റൂല. നമുക്കിപ്പോ സാധാരണ ഫ്ലട്ടറിന്റെ അത്ര പെർഫോമൻസ് ഉണ്ടാവില്ല. ഫ്ലട്ടറിന്റെ അത്ര നേറ്റീവ് പെർഫോമൻസ് ഒന്നും ഉണ്ടാവില്ല. അതെ അതെ. പക്ഷെ ലൈക്ക് ഒരു ഒരു വെബ് ആപ്പ് ആണ്, ഒരു പ്രോഗ്രസീവ് വെബ് വെബ് ആപ്പ്. വർക്ക് ചെയ്യണതിന് പകരം ഒരു ആപ്പിലേക്ക് വെബ് ആക്കി അതെ തരും. അതെ, അതായത് ആഡ് ടു ഹോം സ്ക്രീൻ പോലെ വെബ്സൈറ്റിനെ അതൊരു വെബ് പേജിൽ വെബ്സൈറ്റ്. നമുക്കൊരു എന്താ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ അവിടെ അതെ, ആക്കിയിട്ട് അവരൊരു APK ആയി തരും. പക്ഷെ അത് ഇൻസ്റ്റാൾ ആവുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി ചോദിക്കും ആഡ് ടു ഹോം സ്ക്രീൻ. അത് ക്ലിക്ക് അത് ചെയ്ത് പ്ലേ സ്റ്റോറിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമോ? പ്ലേ സ്റ്റോറിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ഇതുവരെ അറിഞ്ഞിരിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ അറിയില്ല, ഞാൻ പിന്നെ നോക്കിയിരുന്നില്ല. അതൊരു ചലഞ്ചാണ്. അത് ഓക്കെ ആവുകയാണെങ്കിൽ, പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും ഓക്കെ ആവുകയാണെങ്കിൽ മേ ബി ഫ്ലട്ടറിനോളം കടം പിടിക്കുന്ന ലെവലിലാണ് PW. അതെ അതെ തീർച്ചയായിട്ടും. കാരണം ഗൂഗിൾ അത്ര പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധ്യത കുറവാ. ഗൂഗിൾ വരെ അവനെ അടുപ്പിക്കൂല. അതെ അതെ, മിക്കവാറും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം പുഷ് നോട്ടിഫിക്കേഷൻ ഒക്കെ റിയാക്റ്റിലുണ്ടല്ലോ, അതെ മടുപ്പിക്കുന്ന അതെ. പണി കേട്ടോ. ഇനിയിപ്പോ ഞാൻ റിയാക്റ്റിനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ആ, റിയാക്റ്റിൽ ഇപ്പൊ എത്ര പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം? ഞാൻ റിയാക്റ്റിലൊരു 2-3 പ്രൊജക്ട് ഉള്ളൂ. റിയാക്ട് നേറ്റീവില്? റിയാക്റ്റിൽ ഒരു 4-5 പ്രൊജക്ട് വരും, മേജർ പ്രൊജക്ടുകൾ. നേറ്റീവില് ആ, ഓക്കെ. റിയാക്ട് നേറ്റീവില് 4-5 പ്രൊജക്ട്. അപ്പൊ ഏകദേശം എന്തൊക്കെ പ്രൊജക്റ്റ് ആണ് ചെയ്തിരുന്നത്? ഒന്ന് ഫസ്റ്റ് വന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് കാർട്ട്, കൊമേഴ്സ് പോലെ ഇ കോമേഴ്സ് പോലത്തെ? ഒരു ബേക്കറിയുടെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. ഓക്കെ ഓക്കെ പിന്നെ ഒരു HRMS പോലെ. ഓക്കെ. പിന്നെ വരുന്നത് നമ്മുടെ കോഴ്സ് ഇപ്പൊ നമ്മൾ സംസാരിച്ചില്ലേ, അതെ അതെ. അപ്പൊ നമ്മൾ അതേപോലത്തെ. അതെ അതെ. എന്താ അത് റിയാക്ട് ഇതേപോലെ തന്നെ ഒരു നേറ്റീവില്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു API അതെ അതെ, ഫൈൻ. അത്രയല്ലേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഫേസ് ചെയ്തത് പുഷ് നോട്ടിഫിക്കേഷൻ സെക്ഷനിലാണ്. അതെ അതെ. ഇനി ഫേസ്ബുക്ക്. ഞാൻ ചോദിക്കാണ്, ആ, റിയാക്ട് നേറ്റീവില് നിങ്ങൾ എങ്ങനെ റിയാക്ട് നേറ്റീവ് ആദ്യം പഠിച്ചിരുന്നത്? ഞാൻ പഠിക്കല, ഞാൻ വ്യൂവിൽ ഇരുന്നിട്ട് പുതിയൊരു പ്രൊജക്ട് നമുക്ക് ഈ ഒരു വ്യൂലാവുന്ന സമയത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ PWയിലെ. അതെ അതെ. ആ സമയത്ത് അതിന്റെ അതേ തന്നെ HTJS ഡെവലപ്പർക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് എന്നുള്ള രീതിക്കാണ് ഞാൻ റിയാക്ട് നേറ്റീവിനകത്ത് വന്നത്. അതെ അതെ. പക്ഷേ അത് അത് ഫ്യൂച്ചറിലേക്ക് സ്കോപ്പ് ഇല്ലാത്ത രീതിക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം ഓരോ അപ്ഡേഷൻ വരുമ്പോഴും ആപ്പ് സ്ലോ ആവുന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അതിന്റെ വേണ്ട രീതിക്ക് പാക്കേജ് മെയിൻറ്റെയിൻ ചെയ്യാത്തതും സപ്പോർട്ട് റിയാക്ട് നേറ്റീവ് ഇപ്പൊ ഫ്ലട്ടർ വന്നതോടുകൂടി ഫേസ്ബുക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റോപ്പ് പറഞ്ഞത്. ചെയ്തിരിക്കുകയാണ് ഓൾമോസ്റ്റ്. കാരണം ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എല്ലാം ഗൂഗിളിൻ്റെതായിട്ടുള്ളൊരു അണ്ടറിൽ വരുന്ന സമയത്ത് തന്നെ അവർ മാക്സിമം അതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കാനേ അതെ നോക്കത്തുള്ളൂ. അതെ. അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പൊ നമ്മളിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അല്ല, അതെ, ലാസ്റ്റ് ഇപ്പൊ എവിടെയാണ് ബ്ലോക്ക് ആയത്? റിയാക്ട് നേറ്റീവില് പുഷ് നോട്ടിഫിക്കേഷനിൽ. സ്റ്റോപ്പ് ആയില്ലേ? അതായത് ഫയർബേസിന്? പിന്നെ എനിക്ക് ഫീൽ ഉണ്ടായിരുന്നത് ഡെവലപ്പിംഗ് സമയത്തൊക്കെ പെർഫെക്റ്റ് ആയി വർക്ക് ചെയ്യും. അതെ അതെ. ആഫ്റ്റർ ഡിപ്ലോയ് എപ്പോഴാ പൊട്ടുക, എവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതിൽ ഒരു ഒരു ഐഡിയ ഇല്ല. നമ്മളെ ആ, ഫേസ് കാരണം ചെയ്യുന്നത് ഫ്ലട്ടർ പോലെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. എനിക്കതിപ്പോ പറ്റുന്നില്ല. കാരണം അതിൽ എവിടെ ഡെവലപ്പിംഗ് ടൈമിൽ ഒരു പ്രശ്നവും ഒരു ഇഷ്യൂസ് ഒന്നും കാണിക്കൂല. അതെ അതെ. റിലീസിംഗ് ടൈമിൽ ഇഷ്യൂ. റിലീസിങ് സമയത്ത് നമുക്കത് എന്താ സംഭവിക്കുന്നത് അറിയുന്നില്ല. കുറെ സെർച്ച് ചെയ്താലും വേണ്ട രീതിക്കുള്ളൊരു ഔട്ട്പുട്ട് ഇല്ല. ഔട്ട്പുട്ട് കിട്ടില്ല. അതെ അതെ. അതെ, പിന്നെ ലൈബ്രറീസ് ഒക്കെ ഇങ്ങനെ ഓൾമോസ്റ്റ് ലൈക്ക്. ലൈബ്രറീസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അത്ര മെയിൻറ്റൈൻഡ് അല്ല. അതെ അതെ. അപ്പൊ ഏകദേശം അതെ, ഓൾമോസ്റ്റ് എല്ലാവരും ഓൾമോസ്റ്റ് ഫ്ലട്ടറിലേക്ക്. എല്ലാം ഫ്ലട്ടറിലേക്ക് വന്നപ്പോ അത് വല്ല എന്താ അതെ. നമ്മളുടെ ഇനി കുറെ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ റിയാക്ട് നേറ്റീവ് വേണോ ഫ്ലട്ടർ വേണോ എന്നുള്ളതൊക്കെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. എന്താ ബ്രോന്റെ ഒരു എക്സ്പീരിയൻസിൽ വന്ന ബ്ലോക്ക് അടക്കം അല്ലെങ്കിൽ വന്ന ബെനിഫിറ്റ് അടക്കം പറയണം കേട്ടോ. എന്താണ് ഏതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്? ഫ്ലട്ടർ എന്റെ എടുക്കുന്നതാണ്? അതിന്റെ എന്റെ കാരണങ്ങൾ എന്റെ എന്താണ്? പേഴ്സണൽ സജഷനിൽ ഞാൻ ഫ്ലട്ടറേ പറയത്തുള്ളൂ. അത് കാരണം? കാരണം ഫ്ലട്ടർ ആസ് എ ഫ്ലട്ടർ ഡെവലപ്പറിന് ഇപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ വെബിലേക്കായാലും ഡെസ്ക്ടോപ്പിലേക്കായാലും ലിനക്സിലേക്കായാലും iOSിലേക്കായാലും മാക്കിലേക്കായാലും ആൻഡ്രോയിഡിലേക്കായാലും അവൻ ആ ഒരു ഫ്ലട്ടർ പഠിച്ചുകൊണ്ട് അവന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു കാരണം. അത് മാത്രമല്ല, ഗൂഗിളിന്റെ സപ്പോർട്ട് ബാക്കപ്പ് ഉണ്ട്. അതെ അതെ. അവരുടെ പാക്കേജുകളും പ്ലഗിൻസ് എല്ലാം നല്ല മെയിൻറ്റൈൻ ആണ്. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആ, ഓക്കെ. അതേപോലെ
റിയാക്ട് നേറ്റീവ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ്, പെർഫോമൻസ്, നേറ്റീവ് ഫീച്ചർ, അതെ ആക്സസ് അതെല്ലാം നല്ലോണം ഉണ്ട്. അതെ ഫ്ലട്ടറിൽ കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് ആണ്. അതെ. പിന്നെ ബ്രോന്റെ പറഞ്ഞല്ലേ ഞാൻ ബ്ലോക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ബ്രോ ഒരു എക്സ്പീരിയൻസിലൂടെ ഒരു ചില കാര്യങ്ങൾ ഇപ്പൊ ഇതിപ്പോ നമ്മൾ മെയിൻ ചെയ്യേണ്ടതൊക്കെ മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അതെ. എന്തുകൊണ്ടാണ് ബ്രോ പറഞ്ഞത്? എന്തും ഒരു റീസൺ ഉണ്ടാവുമല്ലോ ഫ്ലട്ടർ എടുത്താൽ മതി എന്നുള്ളത്. കുറെ മെയിൻ അപ്ഡേറ്റ്സ് എന്തായാലും എല്ലാവരും പറഞ്ഞ പോലെ പറയും. അതല്ലാതെ ബ്രോന്റെ ഒരു പേഴ്സണലി കാരണം ഇഷ്യൂസ് ഇൻ ഒന്നതിന് എന്താണ്? ഫ്യൂച്ചറിൽ എന്തായാലും ഫ്ലട്ടർ ആയിരിക്കും നമ്മളിവിടെ ആധിപത്യം സ്ഥാപിക്കാൻ അതെ പോകുന്ന സാധനം. അതെ അതെ ചുമ്മാ അത് എക്സ്പയർ ആകാൻ പോകുന്ന സാധനത്തെ കുറിച്ച് ആരും വാങ്ങൂലല്ലോ. ഒരു അതെ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ എക്സ്പയർ ആകാറായതിന് ആരും മേടിക്കാൻ നിൽക്കൂല. അതെ അതെ കുറച്ചും കൂടെ ഫ്യൂച്ചർ ഉള്ളത് മാത്രമേ മേടിക്കുള്ളൂ. അതേപോലെ നമ്മൾ കണ്ടാൽ മതി, ഫ്ലട്ടറിനാണ് ഇനി ഫ്യൂച്ചർ സ്കോപ്പ് ഉള്ളൂ, അതെ അതെ എൻ്റെ പേഴ്സണൽ സജഷൻ പ്രകാരം കേട്ടോ. അതെ അതെ കാരണം അതാണ് ഇപ്പോഴത്തെ നമുക്ക് കാണാനും പറ്റുന്നത്. മാർക്കറ്റ് നോക്കുമ്പോൾ റിയാക്ട് നേറ്റീവിനെ ഓവർകം ചെയ്തുകൊണ്ട് എപ്പോഴോ പോയി ഫ്ലട്ടർ. അതെ അതെ പക്ഷേ റിയാക്ട് നേറ്റീവ് ഇപ്പോഴും ഫ്ലട്ടറിനെ പിന്തുടരുന്നില്ല. അത് പഴയ സ്ഥലത്ത് തന്നെ സ്റ്റേബിളായി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അതെ അതെ അങ്ങനെ ചലഞ്ചസ് ഉണ്ടായിരുന്നു. അതെ. ഓക്കെ. ഇപ്പൊ ഈ പഴയ റിയാക്ട് നേറ്റീവ് പ്രോജക്റ്റ് ഒക്കെ മെയിൻ്റെനൻസ് ഉണ്ടോ? അതല്ല സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും റീബിൽഡ് ചെയ്ത് വരികയാണോ? ഇനിയും അതിനെ മെയിൻ്റെനൻസ് ചെയ്യുന്നത് ഞാൻ അധികം കാണുന്നില്ല. അത് ഫ്ലട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് മാക്സിമം ക്ലയൻസും ശ്രമിക്കുന്നത്. ശ്രമിക്കണല്ലേ? അതെ അതെ കാരണം മെയിൻറ്റെയിൻ ചെയ്താലും അവർക്ക് എഗൈൻ ഇൻവെസ്റ്റ് ചെയ്താലും അത് എത്ര കാലത്തോളം നിലനിൽക്കുന്നുള്ളതിൽ ഒരു ഗ്യാരണ്ടി ഒരു ഇല്ല. ഗ്യാരണ്ടി ഇല്ല, മറ്റേതിന്റെ പോലെ അല്ലല്ലോ. അതെ. അങ്ങനെ കുറെ ചലഞ്ചസ് ഉണ്ട്. ചാലഞ്ചസ് ഉണ്ട്. അതെ. അതെ അതെ. പിന്നെ ബ്രോ ഡിഗ്രി ഉണ്ടോ? ഉണ്ട് ഉണ്ട്. അതെ അതെ. ഡിഗ്രി കഴിഞ്ഞാലേ എത്ര പക്ഷെ സ്കിൽ വർഷമായി ഈ ഫീൽഡിൽ ഐ ടി? ഞാനിപ്പോ ഏകദേശം 6.5 ഇയേഴ്സോളം ആകുന്നു. സീനിയർ ഡെവലപ്പർ അതെ. ഒരു ലെവലിലാണ്. ഇനിയിപ്പോ എന്താ പക്ഷെ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാല് അല്ലെ ഫ്ലട്ടർ ആണോ അതല്ല? ഫ്ലട്ടറിൽ ഫോക്കസ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഒപ്പം അതെ ഒരു നോഡും മോങ്കോ എന്നുള്ള രീതിക്കൊരു ഒരു മെയിൻ ബാക്ക് എൻഡ് ഡെവലപ്പർ, യെസ്, അതെ അതെ ഒരു മെയിൻ സ്റ്റാക്ക് ഡെവലപ്പറും മിൻസ്റ്റാക്ക് പ്ലസ് ഡെവലപ്പർ ഫ്ലട്ടറും. പ്ലസ് ഫ്ലട്ടർ ഡെവലപ്പർ എന്നുള്ള രീതിക്ക് അതിനിടയ്ക്ക് എന്തൊരു പോകുന്നു. വ്യൂ ജേഴ്സ് എന്താ ചെയ്യുന്നു പറഞ്ഞിട്ടല്ലോ. എങ്ങനെ? വ്യൂ ജേഴ്സിൽ എന്തോ വ്യൂ ചെയ്യുന്ന ജേസ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പിങ്ങിന് യൂസ് ചെയ്യാറുണ്ടല്ലോ. ചെയ്യാറുണ്ട്. അതെ അതെ. ബൂസ്റ്റ് ആപ്പ് ചെയ്യോ? ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാറുണ്ട്. അതെ അതെ അതെ. ഇതിപ്പോ ഇങ്ങനെ ഫ്രണ്ട് എൻഡിന് ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കല്ലേ, അതെ അതെ ഒന്നിനും സ്റ്റേബിൾ തീർച്ചയായിട്ടും. ഇല്ല, അതെ അതെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ മടിച്ചുകൊണ്ട് സേഫ് സോൺ നോക്കിയിരുന്നാല് അതെ അതെ സമയം കടന്നു പോകുമ്പോൾ നമ്മൾ പിന്നെ ഔട്ട്ഡേറ്റഡ് ആവും. അതെ അതെ നമ്മള് പിന്നെ 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 മാറ്റി അതെ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ടൈം പോകണോ അറിയില്ല. ടെക്നോളജി ആണെങ്കിൽ ഒരു ദിവസം കൂടുന്ന ഒരു ടെക്നോളജി ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ലേൺ ചെയ്യാൻ എന്താണ് പറ്റും. ലേറ്റസ്റ്റ് ടെക്നോളജിയെ കുറിച്ച് റെഫർ ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, അതിനെക്കുറിച്ച് വീക്കെൻഡ്സിൽ പഠിക്കാൻ ശ്രമിക്കുക. അതെ അതാണ് അതെ ഞാൻ ഇപ്പൊ കാണുന്ന ഒരു ഇത് കേട്ടോ. ഇത്ര അതെ വർഷം ഞാൻ അങ്ങനെ ചെയ്യാതെ പോന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ചെയ്താൽ നടക്കൂല എന്നൊരു മനോഭാവം വന്നുകൊണ്ടാണ്. അതെ അതെ. അല്ല എക്സ്പീരിയൻസ് ഈസ് എ ബെറ്റർ ടീച്ചർ എന്നാണല്ലോ. അതെ, ഷുവർ. അതെ ആ ഒരു കാര്യത്തിലാണ് നമ്മൾ പലതും പഠിക്കുന്നത്. കാരണം നമ്മൾ ഉപയോഗശൂന്യമായി വെച്ചിരിക്കുന്ന ഒരു എന്തിനാ ഒരു കത്തി എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് തുരുമ്പെടുത്ത് പോകും. അതെ അതെ തീർച്ചയായിട്ടും. എന്നും ഇങ്ങനെ നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ, അതേപോലെ അതെ നമ്മളുടെ അതെ. മെമ്മറിയും. അല്ല ഞാനിപ്പോ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ആ ഇനിയിപ്പോ റിയാക്ട് നേറ്റീവ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് പറയണോ? അതല്ല അല്ല, അതിനെക്കാട്ടും ചൂസ് ചെയ്യുന്നത് നല്ല ഫ്ലട്ടർ ആണോ? ഞാൻ ഒരിക്കലും ഒന്ന് പഠിക്കണം ഒന്ന് പഠിക്കണ്ട എന്ന് പറയുന്നില്ല. അത് അതെ അവരുടെ ഓൺ ഡിസിഷൻ ആണ്. അതെ പക്ഷേ എന്തും ചെയ്യുന്ന മുമ്പ് ഫ്യൂച്ചർ സ്കോപ്പും അതിന്റെ കുറിച്ച് നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് അതിന് ടെക്നോളജി അറിഞ്ഞവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവരുടെ സജഷൻസ് കേൾക്കുക. അതെ അതെ നല്ലോണം റിവ്യൂ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. അതെ അതെ അതെല്ലാം നോക്കി എന്താണ് ഫൈനൽ ഡിസിഷൻ എത്തുന്നത്, ഇൻഡിവിജ്വൽ അവരവരുടേതായിട്ടുള്ള എന്ത് തീരുമാനമാണോ അതെ അതെ അതിൽ ഫോക്കസ് ചെയ്യാം. പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഫ്ലട്ടർ പ്രിഫർ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അതെ അതെ. കാരണം വിത്ത് എക്സ്പീരിയൻസ് നമ്മളെ അതെ. ഇഷ്യൂസ് നമ്മൾ ചലഞ്ച് ഫ്ലട്ടർ ചെയ്തോ. ഫ്ലട്ടർ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് നേറ്റീവ്, നേറ്റീവ് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആ iOS നേറ്റീവോ നേറ്റീവ്. iOS സ്വിഫ്റ്റോ അതൊക്കെ അതെ, കമ്പനീസ് iOS. മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ. അതെ അതെ അത് ആയിരിക്കും നന്നാവുക. ഓക്കെ. അതെ. ഏറ്റവും നല്ല ക്രോസ് പ്ലാറ്റ്ഫോമിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഫ്ലട്ടർ ഫ്ലട്ടർ എടുക്കുന്നതാണ്. തന്നെയാണ്. ഇപ്പൊ ഫ്ലട്ടറിനെ കോമ്പറ്റേറ്റീവ് ആയിട്ട് വേറെ ഒന്നും കാണുന്നില്ല. അതെ അതെ. അല്ല ഫ്യൂച്ചറിൽ പിന്നെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും. നാളെ മാറിക്കൊണ്ട് ഫ്ലട്ടർ തന്നെ ആവണമെന്നൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. പുതിയതായിട്ട് ഇപ്പൊ KMM വരുന്നുണ്ട്, കോട്ലിന്റെ മൾട്ടി പ്ലാറ്റ്ഫോം. ഓക്കെ. അപ്പൊ അത് ചിലപ്പോ പോപ്പുലർ ആയി കൂടായില്ല, പറയാൻ പറ്റില്ല.
പക്ഷെ ഇത് ഗൂഗിളിന്റെ ബാക്കപ്പ് ഉള്ളതുകൊണ്ട് അത് കോട്ലിന്റെ ഗൂഗിൾ ബാക്കപ്പ് തന്നെയാണ്. അതെ. കാരണം വെച്ചാൽ അപ്പൊ ഗൂഗിളിന് ഒരുപാട് കമ്പനീസ് ഉണ്ടായതുകൊണ്ട്, അതെ സബ് കമ്പനീസ് ആയിട്ട് ഒരുപാട് കമ്പനീസ് ഉണ്ടായതുകൊണ്ട് ഓരോ ടീമിന്റെ കൈക്കലാണ്. അതെ. അപ്പൊ ആ ടീമിന് മത്സരം അവർ തമ്മിൽ തന്നെ മത്സരിക്കും. അത് ഇപ്പൊ എത്രത്തോളം അത് പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ മുന്നിൽ അതെ തെളിവില്ല. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. നമ്മളിപ്പോ ഒരു ഏകദേശം ഫ്ലട്ടറിൽ കുറെ കാലങ്ങളായിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഫ്യൂച്ചറിൽ ഫ്ലട്ടർ പഠിച്ചാൽ ഓവർകം ചെയ്ത് പോവാന്നൊരു കോൺഫിഡൻസ് അത്ര അതെ തന്നെ. തീർച്ചയായിട്ടും. പിന്നെ പ്രധാനമായിട്ട് ഞാനും മനസ്സിലാക്കിയ ഒരു കാര്യം, പിന്നെ നമ്മുടെ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ മാർക്കറ്റിൽ അത്രേ നമ്മൾ ഉള്ളൂ. ഔട്ട്ഡേറ്റ് ആവും. അതെല്ലോ. നമ്മള് അണിയുന്ന വസ്ത്രം മോഡലിനനുസരിച്ച് മാറൂലേ, അതെ കാലത്തിനനുസരിച്ച്. അതെ പണ്ടത്തെ അതുപോലെ ജംബോ പാന്റ് ഒന്നും ഇപ്പൊ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ. അതേപോലെ നമ്മള് ഫാഷനനുസരിച്ച് മാറും, കാലത്തിനനുസരിച്ച് മാറുന്ന പോലെ അതെ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതെ. വേറെ എന്തെങ്കിലും ഡെവലപ്പേഴ്സിനോട് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നോ നിർദ്ദേശങ്ങൾ? എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡെവലപ്പേഴ്സ് ആണെങ്കിലും ഡെയിലി ഒരു 1 hour അവരുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്ക് അല്ലാതെ പുതിയ ടെക്നോളജി പഠിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ പറയാം. അതാണ് വളരെ അതെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരോടും അതെ. പറയാനുള്ളത്. പിന്നെ പുതിയ അവരവരുടെ ഐഡിയാസിൽ വരുന്നതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ പുതിയ അങ്ങനെ ചെയ്യാം. വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട്? വേറെ അങ്ങനെ അഡീഷണൽ ആയിട്ട് ഇല്ല. എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു, ഒരു റിയാക്ട് നേറ്റീവ് ഡെവലപ്പറെ കിട്ടാൻ ഇന്റർവ്യൂ നടത്തി പഠിക്കേണ്ടത്. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന പഠിക്കേണ്ട രീതി വേണമെങ്കിൽ ഒരു ദിവസം എടുക്കാം. പക്ഷെ അതിൽ ചലഞ്ചസ് പറഞ്ഞു കൊടുത്തതിനു ശേഷം അവരുടെ ടൈം വെറുതെ വേസ്റ്റ് ആക്കണം. അതായത് നമ്മൾ എപ്പോഴും ഒരു സാധനം ചെയ്യുമ്പോൾ, ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോഴും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഞാൻ സ്ഥലമോ പേരോ പറയുന്നില്ല, കേരളത്തിൽ ഉടനീളം തന്നെ റിയാക്ട് നേറ്റീവ് എക്സ്പയർ പോകാൻ സാധ്യത ഉണ്ടായിട്ട് പോലും അവരതിന്റെ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ അവരതിന്റെ ശരി മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. എപ്പോഴും ഒരു ഡെവലപ്പറോട് നമ്മൾ അതിന്റെ ശരിയും അതിലുപരി അതിന്റെ ദോഷവശങ്ങളും കൂടെ, നെഗറ്റീവ്സും ഫീഡ്ബാക്കും അതെ അതുകൂടെ പറഞ്ഞ് ആ പ്രിഫർ ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ഓക്കെ ആണെന്നുള്ള തീരുമാനം എന്താണോ, ഓരോരുത്തരും പോളിസി അല്ലേ. അവർക്ക് പഠിക്കാൻ പോണ ആള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിക്ക് അത് അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അവൻ അന്വേഷിക്കല്. അതെ, നമ്മൾ അതില് ശരിയും തെറ്റും രണ്ടും പറഞ്ഞു കൊടുക്കുക എന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അല്ല നമ്മളിപ്പോ അങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാ വീഡിയോസും അങ്ങനെ തന്നെ പറഞ്ഞത്. നിങ്ങൾ രക്ഷിച്ചെടുക്കുക. നമ്മളൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കും. അവരെ അനുഭവത്തിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾക്ക് വഴി കാണിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. ആ വഴിയിലെ പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അത്രേ ഉള്ളൂ. അതെ. അപ്പൊ അവര് പിന്നെ നമുക്കെന്ന് വെച്ചാല്, ഞാനിപ്പോ എന്റെ ഒരു അഭിപ്രായം, എനിക്കിപ്പോ ഒരു 3-4 പ്രൊജക്ട് എനിക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. 4 റിയാക്റ്റീവില് പൊട്ടിയിട്ട് ഫ്ലട്ടറിലേക്ക് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്യാന്. അപ്പോ ഞാൻ എന്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്തുകൊണ്ട് പല ആൾക്കാരും പറഞ്ഞത് റിയാക്റ്റീവ് മതിയല്ലോ, അപ്പൊ നമുക്ക് ജാവാസ്ക്രിപ്റ്റും പഠിക്കാം പ്ലസ്. എനിക്ക് റിയാക്ട് നേറ്റീവ് കോമ്പറ്റേറ്റീവ് വന്നത് കോർഡോവ അറിയോ? കോർഡോവ ഫോൺ ഗ്യാപ്പ്. അതിനായിരുന്നു സത്യത്തില് റിയാക്ട് വന്നപ്പോ കുറച്ച് അടി കിട്ടിയേ. പക്ഷെ ഫ്ലട്ടർ വന്നതോടുകൂടി റിയാക്ട് നേറ്റീവിന് പ്രശ്നമായി. അതുപോലെ അല്ല, റിയാക്ട് നേറ്റീവ് നല്ലതായിരുന്നു. അവര് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് പ്ലഗിൻ പാക്കേജ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഫ്ലട്ടറിനോളം കടം പിടിക്കുമായിരുന്നു. അതെ. പക്ഷെ ഗൂഗിൾ ശരിക്കും പൊട്ടിച്ചതാണ് അത് വേറൊരു ഭാഗം. ഗൂഗിളിന്റെ ബിസിനസ് ഗൂഗിളിന്റെ കയ്യിലല്ല ആൻഡ്രോയിഡ്, സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചാലഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ടെക്നോളജി കാര്യങ്ങൾ ഇപ്പൊ കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാൻ പിന്നെ സ്പീഡും പെർഫോമൻസും എന്തായാലും നമുക്ക് റിയാക്റ്റിലേക്കാളും ബെറ്റർ ഫ്ലട്ടർ തന്നെ പറയാം. അതെ. ഓക്കെ, എനിവേ താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അങ്ങനെ സജഷൻസ് ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇനിയും കോണ്ടാക്ട് ചെയ്യാം. ഡെവലപ്പേഴ്സിനോട് ബ്രോഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഗുഡ് ഓർ ബാഡ് കറക്റ്റ് ആയിട്ട് പറയാം, ഫ്രാങ്ക് ആയിട്ട്. അത്രേ ഉള്ളൂ. കാരണം നമ്മളെപ്പോഴും നമ്മളെ സ്വയം അനലൈസ് ചെയ്യും, നമ്മൾ ആ ദിവസം വർക്ക് ചെയ്തെന്നുള്ളത്. അതെ, അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ, സെൽഫ് മോണിറ്ററിങ്. അതെ, ഷുവർ നല്ലതാണ്. അതിനെക്കാട്ടി വലിയൊരു കാര്യം വേറെ ഇല്ല. അതെ, ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് സെൽഫ് മോണിറ്റർ ചെയ്തില്ലേ. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ, ഒന്നും നമുക്ക് ലീവ് ചെയ്യാലോ.
ഓക്കെ ഷുവർ. ഓക്കെ. ബ്രോ ഒരു ഡൗട്ട് കേട്ടോ.